ഗോപി, നല്ല ചൂടാണ്. അപ്പോൾ ചൂട് സമയത്ത് നമുക്ക് തണുത്തത് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പം കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത് തണുത്തതാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട കൃഷി ആണെങ്കിലോ, നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം. ചുട്ടുപൊള്ളുന്ന പകലിൽ കിളിമാനൂരുകാർക്ക് കുളിരേറിയ തണ്ണിമത്തൻ ദിനങ്ങൾ സമ്മാനിക്കുകയാണ് തിരുവനന്തപുരം പോങ്ങനാട് സ്വദേശി സമീർ. പാട്ടത്തിനെടുത്ത 3 ഏക്കർ സ്ഥലത്താണ് സമീർ തണ്ണിമത്തൻ വിളവെടുത്തിരിക്കുന്നത്. കാണാം. കിളിമാനൂരിനിത് തണ്ണീർമത്തൻ ദിനങ്ങളാണ്. കിളിമാനൂർ പോങ്ങനാടുള്ള 3 ഏക്കറോളം വരുന്നൊരു വയലിൽ നിറയെ തണ്ണിമത്തൻ പഴുത്തു പാകമായി വിളവെടുക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഇത് വിളവെടുപ്പ് കാലം. കൽക്കണ്ടത്തിന്റെ മധുരമുണ്ടത്രേ സമീറിന്റെ തണ്ണിമത്തന്. 3 ഏക്കർ സ്ഥലത്ത് വെറും 60 ദിവസം കൊണ്ടാണ് 3000 തണ്ണിമത്തൻ വിളയിച്ചത്. വിത്ത് വയനാട്ടിൽ നിന്ന് ഓൺലൈൻ വരുത്തിച്ചിട്ടുണ്ടായിരുന്നു. ഫാം ഹൗസിൻ്റെ വിത്തുണ്ടായിരുന്നു, പക്ഷേ ആ വിത്ത് കുറേ പൊടിച്ചില്ല. ഇതെല്ലാം നല്ല മധുരമുണ്ട്. ഇത് നമ്മൾ അടുത്ത് 2 ദിവസം നമ്മൾ സ്റ്റോക്ക് വീട്ടിലിട്ടേക്കണം. പണ്ടല്ല ഒരു 4 ദിവസം ഇട്ടിരുന്ന് കണ്ടിച്ചാൽ മധുരം കറക്റ്റ് മധുരം നമുക്ക് കിട്ടും. ഇത് വന്നില്ലെങ്കിലും പഴുത്തണം നല്ല കരിപ്പച്ചൊരു സൗണ്ട് ഉണ്ട്, പൊള്ളായിട്ടൊരു സൗണ്ട് ഉണ്ട്, അകത്ത് പൊള്ളായിട്ട് സൗണ്ട് ഉണ്ട്. ആ പൊള്ളയാണ് നമ്മൾ തിരിച്ചറിയാനായിട്ട്. ഈ തവണ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിലും നല്ല കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. എന്നാലും നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പോരാക്കുറവുണ്ട്. തണ്ണിമത്തനൊപ്പം ഷമാമിന്റെ വിത്തും എറിഞ്ഞിരുന്നു. അതും വിജയം കണ്ടു. കക്കയെല്ലാം പിരിച്ച് മണ്ണിനെ പരുവപ്പെടുത്തിയതിന് ശേഷം പിന്നെ കോഴിവളം, എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് 2010 തൊട്ട് ആണ് ഈ കൃഷി തുടങ്ങിയത്. ഈ വയലെടുത്തത് 2014 ഈ വയലെടുത്ത്. 2010 ഗൾഫിൽ നിന്ന് വന്നിട്ടാണ് ഈ ഒരു വിദേശത്തായിരുന്നു. പോകുന്നതിന് മുമ്പ് ജന്മനാ കൃഷിയുണ്ട്. കൃഷിയോടാണ് ഹരം. 2010 മുതൽ കാർഷിക രംഗത്തുണ്ട് സമീർ. ആദ്യം വാഴയും പച്ചക്കറിയുമായിരുന്നു കൃഷി. ഉഷ്ണകാലത്തെ സാധ്യത തിരിച്ചറിഞ്ഞാണ് തണ്ണിമത്തനിലേക്ക് തിരിഞ്ഞത്. വെല്ലുവിളി ഉണ്ടായിരുന്നു. ഒരു കൈ നോക്കാമെന്നായി പിന്നീട് ചിന്ത. വയനാട്ടിൽ നിന്നും വിത്തെത്തിച്ചു. പൂർണ്ണമായും ജൈവകൃഷി. പന്നിശല്യത്തിന് സെൻസറും ഘടിപ്പിച്ചു. കൃഷി ഓഫീസറുടെയും കുടുംബത്തിന്റെയും സഹകരണം കൂടിയായതോടെ മികച്ച വിളവ്. പന്നിയോ ആളോ വണ്ടോ എന്തെങ്കിലും കാറ്റടിച്ചാലും മതി. ഇതിൻ്റെ 7 മീറ്റർ ഗ്യാപ്പിൽ എന്ത് വന്നാലും ഈ സെൻസർ ഓൺ ആവുകയും ചെയ്യും. ഇതുപോലെ അടിക്കും. അല്ല, മൃഗങ്ങളായാലും പട്ടിയായാലും പന്നിയായാലും കംപ്ലീറ്റ് ഓടും. അത് ലൈറ്റും എല്ലാം കൂടെ ഓടുകയാണ് വരുന്നത്. ഇപ്പോഴത്തെ കൃഷി വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആഴ്ചയിലൊരു ദിവസം അവരുടെ വരും. ഒന്ന് നല്ല സപ്പോർട്ടാണ്. കൃഷി വകുപ്പ് എന്ന് പറഞ്ഞാൽ കൃഷി ഓഫീസർ വരുന്നുണ്ട്, അസിസ്റ്റൻ്റ് വരുന്നുണ്ട്, പിന്നെ AD വരുന്നുണ്ട്. ഒരു 6000 കായ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഓരോ ചെടിക്കും കൃത്യമായ അളവിൽ വെള്ളമെത്തിക്കുന്ന പ്രിസിഷൻ ഫാമിംഗ് രീതിയാണ് കൃഷിക്കായി ഉപയോഗിച്ചത്. ഭാര്യ സഫീല, മക്കളായ അജ്മൽ, അൻസിൽ എന്നിവരാണ് സമീറിന്റെ കരുത്ത്. അങ്ങനെ നമ്മുടെ സമീർക്കായും മകൻ അൻസിലും ഉണ്ണിച്ചേട്ടനൊക്കെ ആയിട്ടുള്ളൊരു ഗംഭീരമായ വിളവെടുപ്പ് സമയം കഴിഞ്ഞിരിക്കുകയാണ്. നേരെ സന്ധ്യയായി. കൗതുക കൃഷിക്കല്ലാതെ നമ്മുടെ നാട്ടിലും തണ്ണിമത്തൻ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇവർ. ആർക്ക് വേണമെങ്കിലും ബന്ധപ്പെടാം എന്നാണ് ഇവർ പറയുന്നത്. ക്യാമറാമാൻ സിറിൽ ഡി ലെസ്ലിക്കും മണിക്കുട്ടനും യദുവിനുമൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം.